2024 സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കൃതിക്കാണ്. GR ഇന്ദുഗോപന്റെ ആനോയ്ക്ക് മികച്ച നോവലിനുള്ള പുരസ്കാരം നേടി. M സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകത്തിനും പുരസ്കാരമുണ്ട്. ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, മറ്റേതൊക്കെ കൃതികൾക്കാണ് പുരസ്കാരമുള്ളത്? വിശദമായ വിവരങ്ങൾ. 2024 സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന പുസ്തകത്തിനാണ്. GR ഇന്ദുഗോപന്റെ ആനോ, അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകം കൂടിയായിരുന്നു. വലിയ നിലയിൽ ആസ്വാദക പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയ നോവൽ കൂടിയാണ്. ഈ ആനോ എന്ന കൃതിക്കാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. M സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന കൃതിക്കും പുരസ്കാരം ഉണ്ട്. ഒപ്പം തന്നെ മറ്റനേകം കൃതികൾ ഈ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്, പറയൂ പുരസ്കാരത്തിന്റെ വിശദവിവരങ്ങൾ. അസിത, 2024 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം 2 പേർക്കാണ് ഇത്തവണയുള്ളത്. KV രാമകൃഷ്ണനും ഏഴാശ്ശേരി രാമേന്ദ്രനുമാണ് ഇത്തവണ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുള്ളത്. 50,000 രൂപയും 2 പവന്റെ സ്വർണ്ണപ്പതക്കവും പ്രശസ്തി പത്രവും പൊന്നാടയും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 6 പേർക്കാണ്. PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN മല്ലിക യൂനിസ് എന്നിവർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. 30,000 രൂപയും സാക്ഷ്യപത്രവും പൊന്നാടയും ബലകവുമാണ് പുരസ്കാരം. മലയാള സാഹിത്യത്തിന് നൽകിയ ഗണ്യമായ സംഭാവനകൾ അർപ്പിച്ച 70 വയസ്സ് പിന്നിട്ട എഴുത്തുകാർക്കായാണ് ഈ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകുന്നത്. മറ്റു പ്രധാനപ്പെട്ട അവാർഡുകൾ എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയുടെ കവിതാ പുരസ്കാരം, 2024 കവിതാ പുരസ്കാരം മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതാ സമാഹാരത്തിലേക്ക് ലഭിച്ചു. അനിത തമ്പിയാണ് എഴുതിയിട്ടുള്ളത്. നോവൽ പുരസ്കാരം GR ഇന്ദുഗോപനാണ്. GR ഇന്ദുഗോപന്റെ ആനോ എന്ന കൃതിക്കാണ് പുരസ്കാരം. ചെറുകഥാ പുരസ്കാരം V ഷിനിലാലിനാണ്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്കാണ് പുരസ്കാരം. നാടകം ശശിധരൻ നടുവിലിനാണ്. പിത്തള ശലഭം എന്ന കൃതിക്കാണ്. സാഹിത്യ വിമർശനം രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എഴുതിയ G ദിലീപനാണ്. വൈജ്ഞാനിക സാഹിത്യ പുരസ്കാരം നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എഴുതിയ ദീപക് ശരത് ഓങ്ങല്ലൂരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.